നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇനി ഒരൊറ്റ പാർട്ടും കൂടെ ആകുമ്പോൾ നമ്മുടെ അതിൻ്റെ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിനകത്ത് ആ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ, ആക്ടിവിറ്റി സോൾവിങ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അടുത്ത നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചേഞ്ചസ്, വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ. നോക്കിയുള്ളൂ. ഹീറ്റ് സം വാക്സ് ഇൻ എ സ്റ്റീൽ വെസൽ, വാട്ട് ഹാപ്പൻസ്? നമ്മൾ കുറച്ച് വാക്സ് എടുക്കുക, മെഴുകെടുക്കുക, എന്നിട്ടൊരു സ്റ്റീൽ വെസലിൽ ആ മെഴുക് അങ്ങോട്ട് വയ്ക്കുക, എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക. എന്താ സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? സോളിഡായിട്ടിരിക്കുന്ന വാക്സ് ഏത് സ്റ്റേറ്റിലോട്ട് മാറും? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറും അല്ലേ? അപ്പോൾ സോളിഡ് വാക്സ് എന്താവും? ലിക്വിഡ് വാക്സ് ആവും. ഇനി വാട്ട് ഹാപ്പൻസ് വെൻ ദ ലിക്വിഡ് വാക്സ് ഈസ് കോൾഡ്? ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ലിക്വിഡ് വാക്സിനെ നമ്മൾ കൂൾ ചെയ്യണം, തണുപ്പിക്കണം. തണുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ലിക്വിഡായിട്ടിരിക്കുന്ന വാക്സ് എന്തായി മാറും? സോളിഡായിട്ട് മാറും. ഇനി താഴെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. വാക്സ്, സോളിഡ്, അതെന്താ ചെയ്യുമ്പോഴാണ് ലിക്വിഡ് ആകുന്നത്? ഇനി ആ ലിക്വിഡ് സോളിഡ് വാക്സ് എന്താകുമ്പോഴാണ് സോളിഡ് വാക്സ് ആകുന്നത്? അവിടെ ആരോയിൽ നമ്മൾ എഴുതി കൊടുക്കണം. എന്താ അവിടെ എഴുതേണ്ടേ? ഫസ്റ്റ് ആരോയിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആകുന്നു. സെക്കൻഡ് ആരോയിൽ കൂളിംഗ്, അതായത് തണുപ്പിക്കുമ്പോൾ, കൂളിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായി മാറുന്നു? വാക്സ് ലിക്വിഡ് എന്തായി മാറുന്നു? സോളിഡ് വാക്സ് ആക്കി മാറുന്നു. മനസ്സിലായോ? ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കൂ. എന്ത് സംഭവിക്കും? അതായത് ഖരാവസ്ഥയിലുള്ള മെഴുക് ഏതവസ്ഥയിലോട്ട് പോകും? ദ്രാവകാവസ്ഥയിലോട്ട് പോകും. പാത്രത്തിലുണ്ടാകുന്ന ദ്രാവകത്തെ, അതായത് ദ്രാവകാവസ്ഥയിലുള്ള മെഴുകിനെ അല്പസമയം തണുപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഈ മെഴുക് തിരിച്ച് ഖരാവസ്ഥയിലോട്ട് പോകും അല്ലേ? താഴെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. മെഴുക്, ഖരാവസ്ഥയിലുള്ള മെഴുക് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള ആരോ മാർക്കിൽ ദ്രാവകാവസ്ഥയിലുള്ള മെഴുകായി മാറി. അപ്പോൾ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ചൂടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. ഇനി മെഴുക് ദ്രാവകാവസ്ഥയിൽ നിന്ന് നേരെ ഖരാവസ്ഥയിലേക്ക് പോകണമെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടേ? അവിടെ നമ്മൾ തണുപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. വി ഹാവ് സീൻ ദാറ്റ് വാക്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം സോളിഡ് ടു ലിക്വിഡ് ആൻഡ് വൈസ് വെർസ. അതായത് മെഴുകിനെ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലിട്ട്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ടും തിരിച്ച് നമ്മൾ മാറ്റാനാവുമല്ലോ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ബട്ട് ഇഫ് എ പീസ് ഓഫ് പേപ്പർ ഈസ് ബേൺ ടു ആഷ്, ഇപ്പം നമ്മൾ ഒരു കഷ്ണം കടലാസ് എടുത്തിട്ട് അതിനെ നമ്മൾ കത്തിച്ച് ആഷ് എന്ന് വെച്ചാൽ ചാരമാക്കുകയാണ്. ക്യാൻ ഇറ്റ് ബി ചേഞ്ച് ടു പേപ്പർ അഗൈൻ? ഇതിനെ നമുക്ക് തിരിച്ച് പേപ്പർ ആക്കാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങൾ പറ. ഇല്ല, പറ്റില്ല അല്ലേ? ഡു ഓൾ ദ ചേഞ്ചസ് ഒക്കർ അറ്റ് ദ സെയിം സ്പീഡ്? എല്ലാ ചേഞ്ചസും, എല്ലാ മാറ്റങ്ങളും ഒരേ സ്പീഡിലാണോ സംഭവിക്കുന്നത്? ഒരേ വേഗതയിലാണോ സംഭവിക്കുന്നത്? അല്ല അല്ലേ? ചിലത് കുറച്ച് ടൈം എടുക്കും, ചിലത് ചെറിയ സമയത്തിനുള്ളിൽ സംഭവിക്കും. ഇനി നോക്കൂ. വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് ടൈം ടേക്കൺ ഫോർ ദ ജെർമിനേഷൻ ഓഫ് എ പീ സീഡ്? ഒരു പയറിൻ്റെ വിത്തുണ്ടല്ലോ, പീയുടെ സീഡ്, അത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എത്ര സമയം എടുക്കും? ഡസൻ ടേക്ക് എ ലോങ് ടൈം ഫോർ ദ പ്ലാന്റ് ടു ഗ്രോ ആൻഡ് ബ്ലോസം? അത് വളർന്ന് പൂവിടാനോ ഒരുപാട് നാളുകൾ വേണം അല്ലേ? ബട്ട് ലൈറ്റിംഗ് ഓഫ് എ ഗ്യാസ് സ്റ്റവ് ആൻഡ് എ ബേസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ് ഹാപ്പൻ വെരി ക്വിക്ക്ലി. എന്നാൽ നമ്മൾ ഒരു ഗ്യാസ് സ്റ്റൗവിൽ കത്തിക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നതും ഒക്കെ വളരെ വേഗത്തിൽ നടക്കുന്ന പ്രോസസ്സാണ്. ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഫോർ സ്ലോ ആൻഡ് ഫാസ്റ്റ് ചേഞ്ചസ്. സ്ലോ ചേഞ്ചസിനും ഫാസ്റ്റ് ചേഞ്ചസിനും, അതായത് സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്കും സ്പീഡിന് അല്ലെങ്കിൽ വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾക്കും കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ എഴുതണം. സ്ലോ ചേഞ്ചസ്, അതായത് വളരെ സാവധാനത്തിൽ നടക്കുന്ന മാറ്റം ഏതൊക്കെയാണ്? ജെർമിനേഷൻ ഓഫ് പീ സീഡ്, പയർ വിത്ത് മുള വരുന്നത്. പിന്നെ ചേഞ്ചിങ് മിൽക്ക് ഇൻ ടു കർഡ്, നമ്മുടെ പാല് തൈരാകുന്നത്. റസ്റ്റിംഗ് ഓഫ് അയണിൻ്റെ റസ്റ്റിംഗ്, അതായത് അയൺ തുരുമ്പിക്കൽ, ഇരുമ്പ് തുരുമ്പിക്കൽ. പിന്നെ റൈപ്പണിങ് ഓഫ് ഫ്രൂട്ട്, ഈ ഫ്രൂട്ട് പഴുത്ത് വരുന്നത്. റോട്ടണിങ് ഓഫ് വെജിറ്റബിൾസ് ഒക്കെ അഴുകുന്നത്. പിന്നെ ഫോർമേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ്, ഡേയിൻ്റെയും നൈറ്റിൻ്റെയും ഫോർമേഷൻ. ഇതൊക്കെ സ്ലോ ചേഞ്ചസിന് എക്സാമ്പിളാണ്. അടുത്ത ഫാസ്റ്റ് ചേഞ്ചസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബേണിംഗ് ഓഫ് പേപ്പർ കത്തിക്കുന്നത്. ബേസ്റ്റിംഗ് ഓഫ് ക്രാക്കേഴ്സ്, നമ്മുടെ പടക്കം പൊട്ടിക്കുന്നത്. ബേണിംഗ് ഓഫ് പെട്രോൾ കത്തിക്കുന്നത്. ലൈറ്റിംഗ് ഓഫ് എ ബൾബ്, അതായത് ഒരു ബൾബിനെ നമ്മൾ ലൈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓൺ ആക്കുന്നത്. പിന്നെ ലൈറ്റിംഗ് ഓഫ് എ ഗ്യാസ് സ്റ്റവ്, ഒരു ഗ്യാസ് സ്റ്റവിനെ നമ്മൾ കത്തിക്കുന്നത്. ഇതൊക്കെ വേഗത്തിൽ ഫാസ്റ്റ് ചേഞ്ചസിന് എക്സാമ്പിളാണ്. അടുത്ത സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, മലയാളം മീഡിയംകാർക്കുള്ളത്. സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഒരു പയർ വിത്ത് മുളയ്ക്കുന്നത്, പാല് തൈരാകുന്നത്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്, പച്ചക്കറി അഴുകുന്നത്, രാത്രിയുടെയും പകലിൻ്റെയും രൂപീകരണം. ഇനി വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, കടലാസ് കത്തിക്കുന്നത്, പടക്കം പൊട്ടിക്കുന്നത്, പെട്രോൾ കത്തുന്നത്, ഒരു ബൾബ് കത്തിക്കുന്നത്, ഗ്യാസ് അടുപ്പ് കത്തുന്നത്, പിന്നെ ഒരു ആപ്പിൾ മുറിക്കുന്നത്. ടു കട്ടാൻ ആപ്പിൾ, മറ്റേൽ അതും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് വേഗത്തിൽ നടക്കുന്നത്.
അടുത്തത് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭൗതിക മാറ്റം, കെമിക്കൽ ചേഞ്ച് എന്ന് വെച്ചാൽ രാസമാറ്റം. എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബേണിംഗ് ഓഫ് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് ദ മെൽറ്റിംഗ് ഓഫ് വാക്സ്? ഒരു പേപ്പർ പീസിനെ നമ്മൾ കത്തിക്കുന്നതും ഒരു വാക്സിനെ നമ്മൾ മെൽറ്റ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡു ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് വാക്സ് ചേഞ്ച് വെൻ ഇറ്റ് മെൽറ്റ്സ്? ഈ മെൽറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ വാക്സ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? വാട്ട് ഹാപ്പൻസ് വെൻ എ പീസ് ഓഫ് പേപ്പർ ബേൺസ്? അതുപോലെ തന്നെ ഒരു പീസ് പേപ്പർ ബേൺ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും കെമിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് വരുന്നുണ്ടോ? അതിൻ്റെ ആൻസറാണ് താഴെ പറയുന്നത്. ബേണിംഗ് ഓഫ് പേപ്പർ ഈസ് എ കെമിക്കൽ ചേഞ്ച്. ഇവിടെ പേപ്പറിൻ്റെ ബേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ആൻഡ് മെൽറ്റിംഗ് ഓഫ് വാക്സ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. എന്നാൽ വാക്സിനെ നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഈ വാക്സ് മെൽറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാക്സ് മെൽറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറുന്നു അല്ലേ, ചിലപ്പോൾ, അല്ലാതെ വേറൊരു ചേഞ്ചും വരുന്നില്ല. ഇനി നമ്മുടെ പേപ്പറിനെ ബേൺ ചെയ്യുമ്പോഴോ ഷേപ്പ് മാറുക മാത്രമാണോ? ഈ പേപ്പറിനെ നമുക്ക് തിരിച്ച് പേപ്പർ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് ആഷ് കിട്ടും അല്ലേ, ചാരം കിട്ടും. ഈ ചാരത്തിനെ നമുക്ക് തിരിച്ച് പേപ്പറാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ പേപ്പറിനെ ബേൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. എന്നാൽ വാക്സിനെ മെൽറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി അതിൻ്റെ ഡെഫിനിഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫിസിക്കൽ ചേഞ്ച് എന്നും എന്താണ് കെമിക്കൽ ചേഞ്ച് എന്നുള്ളത് നോക്കിയോളൂ. നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ചിൽ അല്ലെങ്കിൽ ഭൗതിക മാറ്റത്തിൽ നോ ന്യൂ സബ്സ്റ്റൻസ്, പുതിയ പദാർത്ഥങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല. ഓൺലി ദ മോളിക്കുലാർ അറേഞ്ച്മെന്റ് ചേഞ്ചസ്. അവിടെ മോളിക്കുലാർ അറേഞ്ച്മെന്റ് മാത്രമാണ് ചേഞ്ച് ആകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫിസിക്കൽ ചേഞ്ചിൽ എന്താണ് സംഭവിക്കുന്നത്? പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല, മോളിക്കുലാർ അറേഞ്ച്മെന്റിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. ബട്ട് ഇൻ കെമിക്കൽ ചേഞ്ച്, പക്ഷേ കെമിക്കൽ ചേഞ്ചിലാണെങ്കിൽ എ സബ്സ്റ്റൻസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അനദർ വൺ. ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. അവിടെ പുതിയ മോളിക്യൂൾസ് അല്ലെങ്കിൽ പുതിയ തന്മാത്രകൾ ഫോം ചെയ്യുന്നു. മനസ്സിലായോ? ഇതാണ് കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ താഴെ നോക്കിയുള്ളൂ. ക്ലാസിഫൈ ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ ടു ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. താഴെ കുറച്ച് ചേഞ്ചസ് തന്നിട്ടുണ്ട് അല്ലെ. ഈ മാറ്റങ്ങളെ നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും, ഭൗതിക മാറ്റം എന്നും രാസമാറ്റം എന്നും ഇങ്ങനെ വേർതിരിച്ചെഴുതണം. അപ്പോൾ അതിൽ നോക്കിയോളൂ. ആദ്യത്തേത് കേർഡിലിംഗ് ഓഫ് മിൽക്ക്. കേർഡിലിംഗ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ പാല് തൈരാകുന്നത്. ഈ പാല് തൈരായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാലാക്കി മാറ്റാൻ കഴിയുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതെന്താണ്? അത് ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം അവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസിന് ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ കേർഡിലിംഗ് ഓഫ് മിൽക്ക് എന്താണ്? കെമിക്കൽ ചേഞ്ച്. അതാണ് ഞാൻ അവിടെ സി എന്നിട്ടേക്കണത്, കണ്ടോ. ഇനി ബേണിംഗ് ഓഫ് കാൻഡിൽ. കാൻഡിൽ നമ്മൾ ബേൺ ചെയ്യുന്നത്, നമ്മൾ ക്യാൻഡിൽ മെഴുകുതിരി ബേൺ ചെയ്യുന്നത് എന്താണ്? അത് ഒരു കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ഇനി മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് മെൽറ്റ് ചെയ്യുന്നത് അല്ലെ, ഐസിന് ഉരുക്കുന്നത്, അതെന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. പിന്നീട് തിരിച്ച് നമുക്ക് ഐസാക്കി മാറ്റാൻ കഴിയും. ഇനി റസ്റ്റിംഗ് ഓഫ് അയൺ, അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നത്, അതെന്താണ്? അതും ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് അതിനെ ഇരുമ്പാക്കാൻ പറ്റില്ല. അപ്പോൾ തുരുമ്പ് പിടിച്ച പോർഷൻ തുരുമ്പ് പിടിച്ചത് തന്നെയാണ്. അടുത്തത് മെൽറ്റിംഗ് ഓഫ് വാക്സ്. മെൽറ്റിംഗ് ഓഫ് വാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലേ. അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അടുത്തത് ഫോർമേഷൻ ഓഫ് ഐസ്. ഐസ് ഫോം ചെയ്യുന്നത്, അതും എന്താണ്? ഫിസിക്കൽ ചേഞ്ച് തന്നെയാണ്. തിരിച്ച് നമുക്കത് വെള്ളമാക്കാൻ പറ്റും അല്ലേ. അടുത്തത് ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. വാട്ടറിൽ നമ്മൾ ഈ ഉപ്പിനെ ലയിപ്പിക്കുന്നത്, അതെന്താണ്? അതും എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. വെള്ളത്തിൽ ഉപ്പിനെ നമുക്ക് ലയിപ്പിക്കാം. അതിനുശേഷം ഈ വെള്ളത്തിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് അത് മൊത്തം ബാഷ്പീകരിച്ച് പോകുമ്പോൾ നമുക്ക് തിരിച്ച് ഉപ്പ് കിട്ടും അല്ലേ. അപ്പോൾ എന്താണ്? അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇനി ബേണിംഗ് ഓഫ് ഫയർവുഡ്, നമ്മുടെ വിറകൊക്കെ കത്തിക്കുന്നത്, അതെന്താണ്? അത് കെമിക്കൽ ചേഞ്ച് ആണ്. കത്തിച്ച വിറകിനെ നമുക്ക് പിന്നെ തിരിച്ച് വിറകാക്കി മാറ്റാൻ കഴിയില്ല. മനസ്സിലായോ അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത്? നിങ്ങൾ 2 ബോക്സ് വരയ്ക്കുക. ഫിസിക്കൽ ചേഞ്ച് എന്നും കെമിക്കൽ ചേഞ്ച് എന്നും കൊടുക്കുക. ഫിസിക്കൽ ചേഞ്ചിൽ വരുന്ന ഏതൊക്കെയാണോ അത് എഴുതുക. മെൽറ്റിംഗ് ഓഫ് വാക്സ്, ഫോർമേഷൻ ഓഫ് ഐസ്, മെൽറ്റിംഗ് ഓഫ് ഐസ്, ഡിസൊല്യൂഷൻ ഓഫ് സോൾട്ട് ഇൻ വാട്ടർ. ഇനി അടുത്തത് കെമിക്കൽ ചേഞ്ചസിൽ എന്ന് പറയുന്ന ബോക്സ്, അതിലേതൊക്കെ വരും? കേർഡിലിംഗ് ഓഫ് മിൽക്ക്, ബേണിംഗ് ഓഫ് എ കാൻഡിൽ, റസ്റ്റിംഗ് ഓഫ് അയൺ, ബേണിംഗ് ഓഫ് ഫയർവുഡ്. ഓക്കെ ആണല്ലോ. നോക്കിയോളൂ. ഭൗതിക മാറ്റം, രാസമാറ്റം എന്നിങ്ങനെ 2 തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല.
അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത്. ഭൗതിക മാറ്റത്തിൽ എന്താണ്? പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല, തന്മാത്രകളുടെ ക്രമീകരണത്തിൽ എന്താണ്? വ്യത്യാസം സംഭവിക്കുന്നു. ഇനി രാസമാറ്റത്തിലാണെങ്കിലോ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു. ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായി മാറുന്നു. അതായത് പുതിയ തന്മാത്രകൾ അവിടെ ഉണ്ടാകുന്നു. ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങളെ ഭൗതിക മാറ്റം, രാസമാറ്റം എന്നിങ്ങനെ വേർതിരിക്കുക. പാല് തൈരാകുന്നു. അത് ഞാൻ ഇവിടെ ഈ ഭൗതിക മാറ്റത്തിന് പി എന്നും പിന്നെ രാസമാറ്റത്തിന് സി എന്നും അങ്ങനെ 2 ലെറ്റേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് പാല് തൈരാകുന്നത്. പാല് തൈരാകുന്നത് ഒരു രാസമാറ്റമാണ്, കെമിക്കൽ ചേഞ്ചാണ്. പിന്നെ മെഴുകുതിരി കത്തുന്നു, അതും എന്താണ്? രാസമാറ്റമാണ്. ഐസ് ഉരുകുന്നത് ഭൗതിക മാറ്റമാണ്. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് രാസമാറ്റമാണ്. മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റം. ജലം ഐസാകുന്നത് ഭൗതിക മാറ്റം. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു, ഭൗതിക മാറ്റം. വിറക് കത്തുന്നു, അത് രാസമാറ്റം. മനസ്സിലായോ? അടുത്ത നോക്കിയാലോ. ടേക്ക് സം ഐസ് ഇൻ എ ബൗൾ ആൻഡ് ഹീറ്റ് ഇറ്റ്. വാട്ട് ഹാപ്പൻസ്? ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് എടുക്കുക, എന്നിട്ട് അതിനെ ഹീറ്റ് ചെയ്യുക, ചൂടാക്കുക. എന്ത് സംഭവിക്കുന്നു? ഐസ് എന്തായി മാറുന്നു? വാട്ടറായി മാറുന്നു. ഐസ് ചേഞ്ച് ഇൻ ടു വാട്ടർ. വാട്ട് ഹാപ്പൻസ് ഇഫ് ഹീറ്റിംഗ് ഈസ് കണ്ടിന്യൂഡ്? ഈ ഹീറ്റിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ, അല്ലേ, ആ ഹീറ്റിംഗ് അങ്ങനെ, അതായത് വാട്ടറായി, ആ വാട്ടറിനെ വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്താൽ അവിടെ എന്താ സംഭവിക്കുന്നത്? വാട്ടർ ബോയിൽസ്. വാട്ടർ എന്ത് ചെയ്യുന്നു? ബോയിൽ ആവുന്നു, തിളയ്ക്കുന്നു. ആൻഡ് വാട്ടർ വേപ്പർ ഈസ് ഫോംഡ്. അവിടെ എന്ത് ഫോം ചെയ്യുന്നു? വാട്ടർ വേപ്പർ, അതായത് നീരാവി ഉണ്ടാകുന്നു. You have learned about the arrangement of particles in different states of matter, that is solid, liquid and gas in lower classes. അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 സ്റ്റേറ്റ്സിൽ പദാർത്ഥങ്ങളുടെ ഈ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? പാർട്ടിക്കിൾസ് ഖരം അല്ലെങ്കിൽ സോൾഡ് ആയിട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്? ഖരം എന്ന് പറയുന്ന അല്ലെങ്കിൽ സോൾഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ എങ്ങനെയാണ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ ലിക്വിഡിൽ എങ്ങനെയാണ്, ഗ്യാസിൽ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Can you write about the distance and the force of attraction between the particles, speed of movement and the energy of particles in each state in the following table? അതായത് ഈ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ എന്തൊക്കെയാണ് നമ്മൾ എഴുതാനുള്ളത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം. പിന്നെ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണ ബലം. പിന്നെ സ്പീഡ് ഓഫ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസിൻ്റെ സ്പീഡിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ്, അല്ലേ, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ്. ഇതൊക്കെ നമ്മൾ എന്താണ് അതിൻ്റെ അകത്ത് എഴുതാം. പിന്നെ എന്താണ് പാർട്ടിക്കിൾസിൻ്റെ എനർജി. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു താഴെ തന്നിട്ടുള്ള ബോക്സിൽ എഴുതണം. അപ്പോൾ നമുക്കത് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേബിൾ നമുക്ക് ഫിൽ ചെയ്യണം. നമുക്ക് ഫിൽ ചെയ്താലോ? ഫസ്റ്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണികകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം. എങ്ങനെയാണ്? സോളിഡിലാണെങ്കിൽ വെരി ലെസ്, അതായത് കണികകൾ അടുത്തടുത്തടുത്തടുത്ത് അടങ്ങിയാണ് ഇരിക്കുന്നത്. ലിക്വിഡിലാണെങ്കിലോ ഹയർ ദെൻ സോളിഡിനെക്കാട്ടിലും കൂടുതലാണ്, അതായത് സോളിഡിനെക്കാട്ടിലും കൂടുതൽ ദൂരമുണ്ട് കണികകൾ തമ്മിൽ, പാർട്ടിക്കിൾസ് തമ്മിൽ. ഓക്കെ, അപ്പോൾ ലിക്വിഡിലാണെങ്കിൽ ഹയർ ദാൻ സോളിഡിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലത്തെക്കാട്ടിലും കൂടിയ അകലമാണ് ലിക്വിഡിൽ. ഇനി ഗ്യാസിലാണെങ്കിലോ വെരി ഹൈ, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? അപ്പോൾ സോളിഡിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ലെസ്, ലിക്വിഡിലാണെങ്കിൽ ഹയർ ദാൻ സോളിഡിനെക്കാട്ടിൽ കൂടുതൽ. ഗ്യാസിലാണെങ്കിലോ വെരി ഹൈ, വളരെ കൂടുതൽ. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ, ആകർഷണ ബലം. എങ്ങനെയാണ്? സോളിഡിൽ അടങ്ങിയാണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു, അതായത് അവ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും, അതല്ലേ? അതുകൊണ്ടാണല്ലോ അവ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വെരി ഹൈ ഇൻ സോളിഡ്. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സോളിഡിൽ വെരി ഹൈ. ലിക്വിഡിലാണെങ്കിലോ ലെസ് ദാൻ സോളിഡിനെക്കാട്ടിലും കുറവാണ്, അല്ലേ? സോളിഡിൻ്റെ അത്രയും അട്രാക്ഷൻ ഇല്ല, കാരണം അവിടെ പാർട്ടിക്കിൾസ് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ലെസ് ദാൻ സോളിഡ്. ഗ്യാസിലാണെങ്കിലോ വെരി ലെസ്, വളരെ കുറവാണ്. അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്ത് അധികം ഇല്ല, വളരെ കുറവ്. ഇല്ലയെന്ന് തന്നെ പറയാം, വളരെ കുറവാണ്. ഏതിൽ? ഗ്യാസിൽ. മനസ്സിലായല്ലോ? ഇനി സ്പീഡ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസിൻ്റെ എന്താണ് മൂവ്മെൻറ്റിൻ്റെ സ്പീഡ്, അവയുടെ ചലനത്തിൻ്റെ വേഗത എങ്ങനെയാണെന്ന്. സോളിഡിലാണെങ്കിൽ അടുത്ത പാർട്ടിക്കിൾസ് നമ്മൾ അടിങ്ങിയാണ് ഇരിക്കുന്നത്, അപ്പോൾ അവയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അവിടെ സ്പീഡ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും, വെരി ലെസ്, വളരെ കുറവായിരിക്കും സോളിഡിൽ. ഇനി ലിക്വിഡിലാണെങ്കിലോ ഹയർ ദാൻ സോളിഡിനെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇനി ഗ്യാസിലാണെങ്കിലോ വെരി ഹൈ, അവിടെ സ്പീഡ് എന്താണ്? വളരെ കൂടുതലായിരിക്കും. ഇനി എനർജി ഓഫ് ദ
ഈ പാർട്ടിക്കിൾസിൻ്റെ എനർജി അല്ലെങ്കിൽ അവയുടെ ഊർജ്ജം എങ്ങനെയാണെന്ന്. സോളിഡിൽ വളരെ കുറവാണ് എനർജി എന്ന് പറയുന്നത്, വളരെ കുറവാണ്. കാരണം അടിങ്ങിയാണ് ഇരിക്കുന്നത്, അവയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനൊന്നും തനിയെ ഒന്നും ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അവിടെ എനർജി എന്താണ്, വളരെ കുറവാണ്. ഇനി ലിക്വിഡിലാണെങ്കിലോ ഹയർ ദാൻ സോളിഡ്, സോളിഡിനെക്കാട്ടിലും പാർട്ടിക്കിൾസിന് എനർജി ഏതിലുണ്ട്, ലിക്വിഡിലുണ്ട്. ഇനി ഗ്യാസിലാണെങ്കിലോ വെരി ഹൈ, എനർജി നല്ല കൂടുതലാണ്. അവ അങ്ങോട്ട് ഓട്ടം ഇങ്ങോട്ടോട്ടം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നതാണ് ആ ഗ്യാസിലുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ബോക്സ് വരച്ചിട്ട് സോളിഡ് ആണെങ്കിൽ ഈ റൗണ്ട് ഷേപ്പിലുള്ള ബോൾസ് നമ്മളിടും, അടുത്തടുത്തിടും. ഇനി ലിക്വിഡിലാണെങ്കിൽ ബോക്സ് വരയ്ക്കുക, എന്നിട്ട് ഈ ബോൾസ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിടും. ഇനി ഗ്യാസിലാണെങ്കിൽ ഒരു ബോക്സ് വരയ്ക്കുക, ഈ അവിടെ എവിടെയും ഓരോ ബോൾസ് വരച്ച് വയ്ക്കും. അങ്ങനെ നമ്മളൊരു ഫിഗർ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ കഴിയും കേട്ടോ. മനസ്സിലായോ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ? അടുത്തത് മലയാളം മീഡിയംകാർക്കുള്ളത്, കണികകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണ്, ഖരത്തിൽ വളരെ കുറവാണ്. ഇനി ദ്രാവകത്തിലാണെങ്കിലോ കരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. ഇനി വാതകത്തിലാണെങ്കിലോ വളരെ കൂടുതൽ. ഇനി കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താ, ഖരത്തിൽ വളരെ കൂടുതൽ. ദ്രാവകത്തിലാണെങ്കിലോ ഖരത്തെ അപേക്ഷിച്ച് കുറവ്. ഇനി വാതകത്തിലാണെങ്കിലോ വളരെ കുറവ്. കണികകളുടെ ചലനം, അവയുടെ വേഗത ഖരത്തിൽ വളരെ കുറവാണ്, ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് ദ്രാവകത്തിൽ, വാതകത്തിലാണെങ്കിൽ വളരെ കൂടുതൽ. കണികകളുടെ ഊർജം, ഖരത്തിൽ വളരെ കുറവ് ഊർജ്ജമാണ്, ദ്രാവകത്തിൽ ഖരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്, വാതകത്തിൽ വളരെ കൂടുതലാണ്. We have seen that particles are very close to each other in solid state. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ സോളിഡ് സ്റ്റേറ്റിൽ, ഖരാവസ്ഥയിൽ പാർട്ടിക്കിൾസ് വളരെ അടുത്താണ്, ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായി അല്ലേ? വാട്ട് ഹാപ്പൻസ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആൻഡ് എനർജി ഓഫ് പാർട്ടിക്കിൾസ് വെൻ സോളിഡ്സ് ആർ ഹീറ്റഡ്. അതായത് ഒരു സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിലും പിന്നെ പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഊർജ്ജത്തിനും എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ ഇനി ഇവിടെ എഴുതേണ്ടത്. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു അറിയാമോ? കൂടുന്നു. അവയുടെ ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ അവിടെ ഇൻക്രീസസ് എന്നാണ് എഴുതേണ്ടത്. ഇനി എനർജി ഓഫ് ദി പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ അവിടെയും ഇൻക്രീസസ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇൻക്രീസസ് ആൻഡ് എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. മലയാളം മീഡിയംകാർ ഇവിടെ എന്താ എഴുതേണ്ടത്? ഈ കണികകൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്ന് എഴുതണം കേട്ടോ. അതുപോലെ കണികകളുടെ ഊർജം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ രണ്ടും കൂടുന്നു എന്നാണ് ഇവിടെ എഴുതേണ്ടത്. നോക്കിയോളൂ, വെൻ എ സോളിഡ് ഈസ് ഹീറ്റഡ്, ഒരു സോളിഡ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ, ഒരു ഖരാവസ്തു ഹീറ്റ് ചെയ്യുമ്പോൾ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാർട്ടിക്കിൾസ് ആൻഡ് ദെയർ എനർജി ഇൻക്രീസസ്. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും അവയുടെ എനർജിയും എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഗ്രാജുവലി ഇറ്റ് അറ്റൈൻസ് എ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് എ ലിക്വിഡ്. ഗ്രാജുവലി എന്ന് വെച്ചാൽ ക്രമേണ, ഇറ്റ് അറ്റൈൻസ് ഇത് കൈവരിക്കുന്നു. എന്താ കൈവരിക്കുന്നത്? ദ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് എ ലിക്വിഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ദ്രാവകത്തിൻ്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് കൈവരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അതെന്തായി മാറി? ദ്രാവകമായി മാറി അല്ലേ? ഖര അവസ്ഥയിലുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിട്ട് അവയുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസും പിന്നെ അവയുടെ എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഗ്രാജുവലി ഇറ്റ് അറ്റൈൻസ്, ക്രമേണ ഇത് കൈവരിക്കുന്നു. എന്താ കൈവരിക്കുന്നത്? ദ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ് ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെൻറ്റ്, ഒരു ലിക്വിഡിൻ്റെ കണികാ ക്രമീകരണം ഇത് കൈവരിക്കുന്നു. മനസ്സിലായോ? നോക്കിയോ, താഴെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. സോളിഡ് അബ്സോർബ്സ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എന്തായി മാറുന്നു? ലിക്വിഡായി മാറുന്നു അല്ലേ? സോളിഡ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ലിക്വിഡ് ആകുന്നു. ലിക്വിഡ് വീണ്ടും ഹീറ്റിനെ അബ്സോർബ് ചെയ്താൽ അത് ഏതാകുന്നു? ഗ്യാസ് ആകുന്നു അല്ലേ? അത് ഗ്യാസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. വെൻ ലിക്വിഡ്സ് ആർ ഹീറ്റഡ് ഗ്രാജുവലി ദേ ബിക്കം ഗ്യാസസ്. ഈ ലിക്വിഡ്സിനെ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്താൽ ഗ്രാജുവലി ക്രമേണ അത് എന്തായി മാറുന്നു? ഗ്യാസായി മാറുന്നു, വാതകമായി മാറുന്നു. വാട്ട് ഹാപ്പൻസ് വെൻ എ ഗ്യാസ് ഈസ് കൂൾഡ്? ഈ ഗ്യാസിന് നമ്മൾ കൂൾ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? ഗ്യാസിന് നമ്മൾ കൂൾ ചെയ്താൽ എന്ത് സംഭവിക്കും? അതായത് നമ്മുടെ വാട്ടർ വേപ്പറിനെ കൂൾ ചെയ്താൽ അത് എന്തായി മാറും? ലിക്വിഡായിട്ട് മാറൂലേ അല്ലേ? തിരിച്ച് വെള്ളമായിട്ട് മാറൂലേ? അപ്പം വാട്ട് ഹാപ്പൻസ് വെൻ എ ഗ്യാസ് ഈസ് കൂൾഡ്? ഗ്യാസിനെ കൂൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ബിക്കെയിം എ ലിക്വിഡ്. ഇതെന്തായി മാറും? ലിക്വിഡായി മാറും അല്ലേ? ദ്രാവകം ആയി മാറും.
വാതകത്തെ തണുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് കിടപ്പുണ്ട് പേജ് നമ്പർ 55. അപ്പോൾ അവിടെ നിങ്ങൾ ആൻസർ ചെയ്താളത് എന്താണ്? അത് ദ്രാവകമായി മാറും എന്നാണ് എഴുതേണ്ടത്. അടുത്ത നോക്കിയോളൂ, അതിൻ്റെ താഴെ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കൊടുപ്പുണ്ട്. ഗ്യാസ് ലിബറേറ്റ്സ് ഹീറ്റ്, അല്ലെ, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നു, അതായത് താപം പുറത്തോട്ട് വിടുന്നു. അപ്പോൾ അതെന്തായി മാറുന്നു? ലിക്വിഡായിട്ട് മാറുന്നു. ഇനി നോക്കിയോളൂ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആൻഡ് ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ് ഗ്രാജുവലി ഗ്യാസ് ബിക്കം ലിക്വിഡ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഗ്യാസ് ലിക്വിഡായിട്ട് മാറുന്നത് എപ്പോഴാണ്? ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുമ്പോൾ, അല്ലേ, ഹീറ്റ് അല്ലെങ്കിൽ താപം പുറത്തു വിടുമ്പോഴാണ് ഗ്യാസ് എന്തായി മാറുന്നത്? ലിക്വിഡായി മാറുന്നത്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആൻഡ് ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസസ്. ഗ്യാസിൽ ഉള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്റ്റൻസും അവയുടെ എനർജിയും എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ അവ കുറച്ചുകൂടെ അടുത്തടുത്ത് വരും, അല്ലേ. ഗ്രാജുവലി ഗ്യാസ് ബിക്കംസ് ലിക്വിഡ്. അങ്ങനെ ക്രമേണ ഗ്യാസ് എന്തായി മാറുന്നു? ലിക്വിഡായി മാറുന്നു. ഇതെല്ലാം പോയിന്റ്സ് ആണ് കേട്ടോ. ഈ പറയുന്നതെല്ലാം ഓരോരോ പോയിന്റ്സ് ആണ്. മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കി എഴുതാം. അല്ലാതെ കാണാപ്പാടം പഠിച്ച് എഴുതാമെന്ന് പറയുന്നത് എന്താണ് ആപ്ലിക്കബിൾ അല്ല. ഇനി ലിക്വിഡ് സോളിഡ് ആകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ലിക്വിഡ് എപ്പോഴാണ് സോളിഡ് ആവുന്നത്? നമ്മൾ എപ്പോഴും ആ വെള്ളത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി. ആദ്യം എന്താണ്, ഐസ് ജലമായി, ജലം വാട്ടർ വേപ്പറായി. അടുത്ത എന്താ ചെയ്യുന്നത്? വാട്ടർ വേപ്പർ തിരിച്ച് ജലമായി, ജലം പിന്നീട് എന്തായി മാറി? ഐസായി. അപ്പോൾ ഇവിടെ ജലം ഐസായി മാറുന്ന ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്. അപ്പോൾ ലിക്വിഡ് എന്തായി മാറുന്നത്? സോളിഡ് ആവുന്നത്. അതായത് നമ്മുടെ ജലം, വാട്ടർ എന്തായി മാറുന്നത്? ഐസായി മാറുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയോളൂ, ലിക്വിഡ് സോളിഡായി മാറണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അവിടെ ലിബറേറ്റ്സ് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ താപം പുറത്ത് വിടണം. ഇഫ് യു ഫർദർ കൂൾ എ ലിക്വിഡ്, ഒരു ലിക്വിഡിനെ നമ്മൾ വീണ്ടും കൂൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് സോളിഡ്. ഇത് എന്തായി മാറുന്നു? സോളിഡായി മാറുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കണികകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വീണ്ടും കുറയുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ഇവ തമ്മിലുള്ള എനർജി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു, അല്ലേ. അപ്പോൾ ഗ്രാജുവലി ഇറ്റ് ബിക്കം എന്തായി മാറുന്നു? സോളിഡ്. ഓക്കെ ആണല്ലോ. അതായത് ഇഫ് യു ഫർദർ കൂൾ എ ലിക്വിഡ്, നമ്മൾ വീണ്ടും ഒരു ലിക്വിഡിനെ കൂൾ ചെയ്താൽ, തണുപ്പിച്ചാൽ, ഇറ്റ് ബിക്കംസ് സോളിഡ്. അത് വീണ്ടും എന്തായി മാറുന്നു? ഖരമായി മാറും, സോളിഡായി മാറും. അതായത് നമ്മൾ കുറച്ച് വെള്ളം എടുക്കണം, വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തണുപ്പിക്കുമ്പോൾ അതെന്തായി മാറും? ഐസായി മാറും. ഐസ് എന്ന് പറയുന്നത് ഖരമാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അടുത്ത് നോക്കിയോളൂ, സോളിഡ് സബ്സ്റ്റൻസസ് ലൈക്ക് camphor and naphthalene when heated directly change into gases. This is known as sublimation. നല്ലൊരു പോയിൻ്റാണ്, നല്ലൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. എന്താണ് ഈ ക്യാംഫർ എന്ന് വെച്ചാൽ കർപ്പൂരം എന്ന് പറയും. അടുത്തത് നാഫ്തലിൻ എന്ന് വെച്ചാൽ ഒരു പാറ്റ ഗുളിക എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പാറ്റ ഗുളിക, അതാണ് നാഫ്തലിൻ. അപ്പോൾ സോളിഡ് സബ്സ്റ്റൻസ് ആയ ക്യാംഫറും നാഫ്തലിനും, ക്യാംഫർ എന്ന് വെച്ചാൽ നമ്മുടെ കർപ്പൂരവും പിന്നെ ഈ നാഫ്തലിനും ഹീറ്റ് ചെയ്യുമ്പോൾ, ചൂടാക്കുമ്പോൾ ഡയറക്റ്റ്ലി ചേഞ്ച് ഇൻ ടു ഗ്യാസ്. അവ ഡയറക്റ്റ് ആയിട്ട്, അതായത് സാധാരണ രീതിയിൽ നമ്മളൊരു സോളിഡ് സബ്സ്റ്റൻസിനെ ചൂടാക്കുമ്പോൾ അത് ലിക്വിഡ് ആയിട്ടാണ് മാറുന്നത്. പക്ഷേ ഇവ ഡയറക്റ്റ് ആയിട്ട് എന്തായി മാറുന്നു? ഗ്യാസ് ആയി മാറുന്നു. ദിസ് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. ഇതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉൽപ്പതനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്യാംഫറും നാഫ്തലിനുമാണ് ഉൽപ്പതനം നടക്കുന്ന രണ്ട് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഹൗ ഡസ് ദ വാട്ടർ കെപ്റ്റ് ഇൻ എ ഫ്രീസർ ചേഞ്ച് ടു ഐസ്? ഡിസ്കസ്. അതായത് ഒരു ഫ്രീസറിൽ നമ്മൾ വെള്ളം സൂക്ഷിച്ചു, ആ വെള്ളം ഐസായി മാറുന്നത് എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഫ്രീസറിൽ നമ്മൾ വെള്ളം സൂക്ഷിക്കുമ്പോൾ, കെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ വെള്ളത്തിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ഫ്രീസർ അബ്സോർബ് ചെയ്യുന്നു. അപ്പം ആ വെള്ളത്തിലുള്ള ഹീറ്റ് മൊത്തം പോയി കഴിഞ്ഞു. അപ്പോൾ അതെന്തായി മാറുന്നു? അത് സോളിഡ് ഫോമിലുള്ള ഐസായി മാറും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വാട്ടറിൻ്റെ അകത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ഫ്രീസർ അബ്സോർബ് ചെയ്യുന്നു. അപ്പം എന്തായി മാറുന്നു? ആ വാട്ടർ ഐസായി മാറുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ദ ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ ടു അനദർ ഈസ് നോൺ ആസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിലുള്ള പദാർത്ഥം മറ്റൊരു ഫിസിക്കൽ സ്റ്റേറ്റിലോട്ട്, മറ്റൊരു ഭൗതികാവസ്ഥയിലോട്ട് മാറുന്നതിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവസ്ഥാ പരിവർത്തനം എന്ന് പറയും. ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ളത് എന്തായി മാറുന്നു? ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറുന്നു, അല്ലേ. ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലോട്ട്, അല്ലെങ്കിൽ വാതകത്തിൽ നിന്ന് ഖരാവസ്ഥയിലോട്ട്, അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറുന്നതിനെയാണ് നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവസ്ഥാ പരിവർത്തനം എന്ന് പറയും. ഈസ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എ ഫിസിക്കൽ ചേഞ്ച് ഓർ എ കെമിക്കൽ ചേഞ്ച്? ഈ അവസ്ഥാ മാറ്റം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണോ, ഭൗതിക മാറ്റമാണോ, അതോ കെമിക്കൽ ചേഞ്ച് ആണോ, അല്ലെങ്കിൽ രാസമാറ്റമാണോ?
ഇവിടെ ഇതെന്ന് പറയുന്നത്, അതായത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ്, ഭൗതിക മാറ്റം എന്നാണ് പറയുന്നത്. അപ്പം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഭൗതിക മാറ്റമാണ്. വിച്ച് ഫോം ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ് ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്? ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ ഏത് ഫോമിലുള്ള എനർജിയാണ് അബ്സോർബ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്? ഇവിടെ താപോർജ്ജം അല്ലെങ്കിൽ ഹീറ്റ് എനർജിയാണ് അബ്സോർബ് ചെയ്യുകയും ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. മനസ്സിലായോ? ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജ്ജം, അതാണ് ഇവിടുത്തെ ആൻസർ. വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്? എനർജി ഓഫ് പാർട്ടിക്കിൾസിൻ്റെ എനർജിക്ക് എന്ത് സംഭവിക്കും നമ്മൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയോ അതിനെ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ? അതിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ് അതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോളിഡ് ലിക്വിഡ് ആവുമ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അവിടുത്തെ പാർട്ടിക്കിൾസിന് എന്താ സംഭവിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു, അവയുടെ എനർജി കൂടുന്നു. ഇനി ലിക്വിഡ് ഗ്യാസായി മാറുന്നത് എപ്പോഴാണ്? ലിക്വിഡിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഗ്യാസായി മാറുന്നത്. അപ്പോൾ ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾസിന് എന്താ സംഭവിക്കുന്നത്? ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള എനർജി കൂടുന്നു, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. ഇനി ഗ്യാസ് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്ത് ലിക്വിഡായി മാറുന്നു, താപം പുറത്ത് വിടുന്നു. ഗ്യാസ് താപം പുറത്ത് വിടുന്നു, എന്നിട്ട് ലിക്വിഡായി മാറുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്യാസിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എനർജി കുറയുന്നു, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയുന്നു. ഇനി ലിക്വിഡ് വീണ്ടും സോളിഡ് ആകുന്നു. എപ്പോഴാണ്? ലിക്വിഡിൽ നിന്ന് ഹീറ്റിനെ ലിബറേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ലിക്വിഡ് താപം പുറത്ത് വിട്ട് വീണ്ടും സോളിഡായി മാറുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ലിക്വിഡിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എനർജി കുറയുന്നു, അതുപോലെ അവ തമ്മിലുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ലിക്വിഡിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസും കുറയുന്നു. മനസ്സിലായോ? അങ്ങനെയാണ് അത് എന്തായി മാറുന്നത്? സോളിഡായി മാറുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു നോട്ടായിട്ട് എഴുതാം. ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിൽ വേണം. ഇവിടെ സോളിഡ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ ഐസ് എന്ന് ആലോചിക്കുക, ലിക്വിഡ് എന്ന സ്ഥലത്ത് വാട്ടർ എന്ന് ആലോചിക്കുക, ഗ്യാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വാട്ടർ വേപ്പർ എന്ന് അല്ലെങ്കിൽ നീരാവി എന്ന് ആലോചിക്കുക. അപ്പോൾ ഐസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ എന്തായി മാറുന്നു? ഈ വെയിലത്ത് കൊണ്ടുവന്ന് നമ്മൾ ഐസ് വെച്ചാൽ അത് ലിക്വിഡ് വാട്ടറായി മാറും അല്ലേ? അപ്പം നമുക്കത് ആലോചിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ലിക്വിഡിനെ വീണ്ടും നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ചാൽ അതെന്തായി മാറുന്നു? വാട്ടർ വേപ്പറായി മാറും അല്ലേ? ഗ്യാസായി മാറും. അങ്ങനെ ആലോചിക്കുക കേട്ടോ. അങ്ങനെ അതുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ലിബറേറ്റഡ്? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ എനർജി ഓഫ് പാർട്ടിക്കിൾസിന് എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഇതാണ് ആൻസർ. വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ്ഡ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താപത്തെ ആഗിരണം ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എനർജി കൂടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. വെൻ ഹീറ്റ് ഈസ് ലിബറേറ്റഡ്, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താപം പുറത്തു വിടുമ്പോൾ ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഡിക്രീസ്ഡ്. പാർട്ടിക്കിൾസിൽ തമ്മിലുള്ള എനർജി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. താപാഗിരണം ചെയ്യുമ്പോൾ കണികൾക്കിടയിലുള്ള ഊർജ്ജം കൂടുന്നു, എന്നാൽ താപം പുറത്തു വിടുമ്പോൾ കണികകൾക്കിടയിലുള്ള ഊർജ്ജം കുറയുന്നു. അടുത്തത് കെമിക്കൽ ചേഞ്ചസ് ആൻഡ് എനർജി ചേഞ്ച്, അതായത് രാസമാറ്റവും ഊർജ്ജമാറ്റവും. Place some potassium permanganate crystals on a tile and pour glycerin in the middle. Record your observation. അതായത് ഒരു ടൈൽ വയ്ക്കുക, അതിൻ്റെ മുകളിലായിട്ട് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് അല്പം ഗ്ലിസറിൻ ഒഴിക്കുക. നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? Is the color of potassium permanganate same before and after the reaction? ഈ റിയാക്ഷന് ശേഷവും റിയാക്ഷന് മുൻപും ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളറ് സെയിം ആണോ? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ ഒബ്സർവേഷൻ എന്താണോ അത് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കി എൻ്റെ ഒബ്സർവേഷൻ എഴുതാം. അപ്പോൾ അവിടെ നമ്മൾ കണ്ട ഒബ്സർവേഷൻ ഇതാണ്. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റും കുറച്ച് തരികളെടുത്ത് ടൈലിലിടുന്നു, അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലിസറിൻ നമ്മൾ ഒഴിക്കുന്നു. അപ്പോൾ അവിടെ സംഭവിച്ചത് സഡൻലി ദ മിക്സ്ചർ ഇഗ്നൈറ്റ്സ്. പെട്ടെന്ന് ഈ മിക്സ്ചർ എന്ത് ചെയ്യുന്നു? കത്തുന്നു. പ്രൊഡ്യൂസിങ് എ പർപ്പിൾ ഫ്ലെയിം. എന്നിട്ട് ഒരു പർപ്പിൾ കളറിലുള്ള ഫ്ലെയിം ഉണ്ടാകുന്നു. ഫ്ലെയിം എന്ന് വെച്ചാൽ ജ്വാല ഉണ്ടാകുന്നു. ആൻഡ് വൈറ്റ് സ്മോക്ക്, പിന്നെ വെളുത്ത പുകയും ഉണ്ടാകുന്നു. പെട്ടെന്ന് മിശ്രിതം കത്തുകയും ഒരു പർപ്പിൾ ജ്വാലയും ഒരു വെളുത്ത പുകയും ഉണ്ടാകുകയും ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഒബ്സർവേഷൻ എന്ന് എഴുതിയിട്ട് വേണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സെൻറ്റൻസുകൾ എഴുതാനുള്ളത്. ദെൻ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഈസ് ദ കളർ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ. ഈ റിയാക്ഷന് ശേഷവും അതിനു മുമ്പും ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ കളറ് സെയിം ആണോ? അല്ല. കളർ എന്താ? അല്ല, സെയിം അല്ല. ദ കളർ ഈസ് നോട്ട് സെയിം അല്ലേ? കളറ് ഒരേപോലെ അല്ല. ലെറ്റ് us see. ഇനി ഇതാത്ത ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് വാട്ടർ ഇൻ ടു
in 2 beakers and add 2 or 3 crystals of fresh potassium permanganate into one of them. അതായത് നമ്മൾ 2 ബീക്കർ എടുക്കണം. 2 ബീക്കർ എടുത്തിട്ട് അതിൽ ഒന്നിൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള, അതായത് നേരത്തെ യൂസ് ചെയ്യാത്ത നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2-3 തരി അതിലിടുക. Then add 2 or 3 crystals of the product obtained in the second beaker, record the difference. എന്നിട്ട് നമുക്കിപ്പോൾ ഒരു റിയാക്ഷൻ നടന്നില്ലേ, ആ റിയാക്ഷന് ശേഷം നമുക്ക് ലഭിച്ച ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2-3 ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ, അത് ഈ രണ്ടാമത് നമ്മളെടുത്ത ബീക്കറിൽ ഇടുക. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ കളർ യു ഹാവ് ഒബ്സർവ്ഡ്? എന്ത് കളർ മാറ്റമാണ്, കളറിൻ്റെ ചേഞ്ചാണ് നിങ്ങൾ ഇതിൽ കാണാൻ കഴിഞ്ഞത്? ഇവിടെ ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ ഇട്ടത് ഫ്രഷ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിരുന്നു. അപ്പം യഥാർത്ഥത്തിലുള്ള കളർ എന്താണ് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ? ഒരു പർപ്പിൾ കളറാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ബീക്കറിലെ കളർ എന്ന് പറയുന്നത് പർപ്പിൾ ആയിരിക്കും. സെക്കൻഡിലെ കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സെക്കൻഡിൽ ബ്രൗൺ കളറും ഫസ്റ്റിൽ എന്താണ് പർപ്പിൾ കളറുമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്കൊന്ന് ഇവിടെ എഴുതാം. അപ്പോൾ നമുക്കൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സയൻസ് ഡയറിയിൽ ഇത് എഴുതാനുണ്ടാവും. അപ്പോൾ നമുക്കൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ഇതൊന്ന് എഴുതാം. ഇതൊന്നുമില്ല, നോക്കിയോളൂ. ഒബ്സർവേഷൻ: സഡൻലി ദ മിക്സ്ചർ ഇഗ്നൈറ്റ്സ്. പെട്ടെന്ന് മിക്സ്ചർ എന്ത് ചെയ്യുന്നു? ഇഗ്നൈറ്റ് ചെയ്യുന്ന കത്തുന്നു. പ്രൊഡ്യൂസിങ് എ പർപ്പിൾ ഫ്ലെയിം ആൻഡ് എ വൈറ്റ് സ്മോക്ക്. ഒരു പർപ്പിൾ ഫ്ലെയിമും വൈറ്റ് സ്മോക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എ ഡാർക്ക് സബ്സ്റ്റൻസ് ഈസ് ലെഫ്റ്റ് ഓവർ. അതിൻ്റെ അവിടെ എന്താണ്, ഒരു ഡാർക്ക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഇരുണ്ട പദാർത്ഥം അവിടെ എന്ത് ചെയ്യുന്നു? അവശേഷിക്കുന്നു. Take water in 2 beakers and 2 or 3 crystals of fresh potassium permanganate into one of them. നമ്മൾ 2 ബീക്കർ എടുക്കുക, അതിൻ്റെ കുറച്ച് വെള്ളം എടുക്കുക, ഫ്രഷ് ആയിട്ടുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ 2-3 ക്രിസ്റ്റൽസ് ഒരെണ്ണത്തിലിടുക. ആഡ് 2 or 3 crystals of product obtained in the second beaker. അതായത് പിന്നെ ബീക്കറാണ്, BEAKER. 2-3 ക്രിസ്റ്റൽസ് നമുക്ക് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് കിട്ടിയില്ലേ, ഒരു ഡാർക്ക് സബ്സ്റ്റൻസ് കിട്ടിയില്ലേ, ആ ഡാർക്ക് സബ്സ്റ്റൻസിൽ നിന്ന് 2-3 ക്രിസ്റ്റൽസ് രണ്ടാമത്തെ ബീക്കറിൽ ഇടുക. ദ ഫസ്റ്റ് വൺ ബിക്കംസ് പർപ്പിൾ ഇൻ കളർ. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് ബീക്കറിൽ പർപ്പിൾ കളറായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബ്രൗൺ. എന്നാൽ സെക്കൻഡ് ബീക്കറിൽ നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറയുന്നത് ബ്രൗൺ ആയിരിക്കും. മനസ്സിലായോ? നിരീക്ഷണം. നമ്മുടെ നിരീക്ഷണം എന്താണ്? പെട്ടെന്ന് മിശ്രിതം കത്തുകയും ഒരു പർപ്പിൾ ജ്വാലയും വെളുത്ത പുകയും ഉണ്ടാകുന്നു. ഒരു ഇരുണ്ട പദാർത്ഥം അവശേഷിക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? 2 ബീക്കറുകളിൽ വെള്ളം എടുത്തു, അതിലൊന്നിലേക്ക് പ്രവർത്തനത്തിന് മുമ്പുള്ള 2-3 പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചേർക്കുക. രണ്ടാമത്തെ ബീക്കറിൽ പ്രവർത്തന ശേഷം ലഭിച്ച ഉൽപ്പന്നത്തിൻ്റെ 2-3 തരികൾ ചേർക്കുക. ആദ്യത്തേത് പർപ്പിൾ നിറമായി മാറുന്നു, രണ്ടാമത്തേത് ബ്രൗൺ നിറമായും മാറുന്നു. അപ്പോൾ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ കളർ യു ഹാവ് ഒബ്സർവ്ഡ്? അതിൻ്റെ ആൻസർ നമ്മൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞു. ഇസ് ഇറ്റ് ക്ലിയർ ദാറ്റ് ന്യൂ സബ്സ്റ്റൻസസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ന്യൂ സബ്സ്റ്റൻസസ്, പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആയില്ലേ? അതായത് ഇവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടായി അല്ലേ? ഈസ് ദിസ് എ കെമിക്കൽ ചേഞ്ച് ഓർ എ ഫിസിക്കൽ ചേഞ്ച്? ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണോ അല്ലെങ്കിൽ ഫിസിക്കൽ ചേഞ്ച് ആണോ, ഭൗതിക മാറ്റമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ് അല്ലേ? ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, ഫിസിക്കൽ ചേഞ്ച് അല്ല. അപ്പോൾ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്. ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാസമാറ്റം എന്നാണ് എഴുതാനുള്ളത്. ഇനി നോക്കിയുള്ളൂ. ദ സബ്സ്റ്റൻസ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആർ നോൺ ആസ് റിയാക്റ്റൻസ്. ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുന്ന സബ്സ്റ്റൻസിനെ, ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്താ പറയുന്നത്? റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ എന്ന് പറയുന്നു. ആൻഡ് ദ സബ്സ്റ്റൻസസ് ഫോംഡ് ആർ നോൺ ആസ് പ്രോഡക്ട്സ്. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന പുതിയ സബ്സ്റ്റൻസിനെ നമ്മൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നു. ഇത് പോയിന്റാണ്. അപ്പോൾ എന്താ? സബ്സ്റ്റൻസ് വിച്ച് ടേക്ക് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ആർ നോൺ ആസ് റിയാക്റ്റൻസ് ആൻഡ് ദ സബ്സ്റ്റൻസ് ഫോംഡ് ആർ നോൺ ആസ് പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും പോർഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോൾ ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ കഴിയും, പിന്നെ നോട്ട്സ് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി. താങ്ക്